ബംഗളൂരുവിൽ മതിലിടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച എറണാകുളം രാമമംഗലം സ്വദേശികളായ സ്മിത രഘു, ലത എന്നിവരുടെ മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കും. രാമമംഗലം പഞ്ചായത്ത് ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഇരുവരുടെയും വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ അഞ്ചരയ്ക്ക് അവിടെ കൊണ്ടുവിട്ട എയർപോർട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷം അവർ പോയി അവിടെ തിരിച്ചു വന്നതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം അവിടെ ബാങ്കുടി എത്തി. അത് കഴിഞ്ഞ പിന്നെ ശേഷം ഞങ്ങളൊന്നും വിളിച്ചില്ല. പിന്നെ വിളിച്ചു പറഞ്ഞാൽ ആശുപത്രിയിൽ എന്തോ സംഭവം ഉണ്ടെന്നാണ് വിളിച്ചത്. ഇത് സംഭവം നമ്മൾ അറിഞ്ഞില്ല. അപ്പോഴത്തേനും ഞങ്ങൾ പെരുമ്പാവൂർ എത്തിയുള്ളൂ. ഇവിടെ വന്നപ്പോഴത്തേനും പറഞ്ഞു ഇന്നപോലെ ആള് സീരിയസ് ആകാൻ പറഞ്ഞുള്ളൂ. ഈ സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് കൂടുതലൊന്നും ഞങ്ങൾക്കറിയാൻ പാടില്ല. പിള്ളേരോട് പറഞ്ഞാൽ പിള്ളേർ ഇപ്പം തന്നെ വയലിലായിരിക്കുക. ഇനി മൂത്തയാൾ വരാനുണ്ട്. മൂത്താൾ കോഴിക്കോട് വരെ വന്നിട്ടുള്ളൂ. ഇപ്പം തന്നെ വരും. വന്നു കഴിഞ്ഞാൽ എന്നാ സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ സമുദായം മൊത്തം പോയിരിക്കുക. വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യം കട്ടപ്പോയാവും. എനിക്കറിയാൻ പാടില്ല ഞാൻ എന്നാ ചെയ്യേണ്ടത്. ബോഡിയൊക്കെ ഒരു 11:30 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ട് വീട്ടിലായിട്ടാണ് പ്രദർശനത്തിന് വയ്ക്കുന്നത്. ഇവിടെ സ്മിതയുടെ ബോഡി ഇവിടെ ചില അസൗകര്യങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ ഓപ്പൺ എയർ സ്റ്റേഡിയം ഉണ്ട് ഇവിടെ തൊട്ടപ്പുറം. അതിൻ്റെ മുറ്റത്ത് പ്രദർശനത്തിന് വെച്ചതിന് ശേഷം ഒരു 4 മണിയോടുകൂടി ഇവിടെ സ്വന്തം വീട് ഇവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ അപ്പുറയാണ് തറവാട്ട് വീട്. അവിടെ സംസ്കരിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഇനി മറ്റു കുടുംബാംഗങ്ങൾ ആരെങ്കിലും വന്നതിന് ശേഷം സമയമാറ്റത്തിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റം വരാൻ സാധ്യതയുള്ളൂ. അതിന്റെ ഒരു സാധ്യത ഇപ്പോൾ ആയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ വീട് രാമമംഗലത്താണ്. രാമമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ അപ്പുറയാണ്. അത് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു താല്പര്യം കാണിക്കുമെന്ന് അറിയില്ല. അപ്പം എനിക്ക് രാവിലെ അതിന് മുമ്പ് വരുന്നതിന് മുമ്പ് രാമപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ അങ്കണത്തിൽ കുറച്ചു നേരം പൊതുദർശനത്തിനായിട്ട് കൂടി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നിച്ച് അവരുടെ കുടുംബാംഗങ്ങളും കൂടി ആലോചിച്ചിട്ട് ഒന്നിച്ച് വെക്കാൻ തയ്യാറാണെങ്കിൽ അതിന് പ്രയാസമൊന്നുമില്ല. ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ മഴ വന്ന സമയത്ത് കയറി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഈ ദുരന്തം സംഭവിച്ചു. അതല്ലേ വീട്ടുകാർക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ? മഞ്ജുഷ, അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം ഇന്നലെയാണ് ഇവരിവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇതിപ്പോൾ അവരുടെ മൃതദേഹം പ്രതീക്ഷിച്ച് നിൽക്കുന്ന രാമമംഗലം ഗ്രാമപഞ്ചായത്ത് കാര്യാലയമാണ്, അതിൻ്റെ പരിസരമാണിത്. ഈ പരിസരത്ത് നിന്നൊക്കെ തന്നെയാണ് ഇന്നലെ ഇവർ പുലർച്ചയോടുകൂടി ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അത് നെടുമ്പാശ്ശേരി വഴി ബംഗളൂരുവിലേക്ക് പോകുന്നു. ബംഗളൂരുവിൽ ചെന്നിട്ട് പിന്നീട് ഇവരൊരു പഠനയാത്ര എന്നുള്ള വിഭാവനം ചെയ്തുകൊണ്ടാണ് ആ ഒരു ടൂർ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. 56 പേരാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഈ 56 പേര് ഈ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഇവരെ ആദ്യഘട്ടത്തിലുള്ള ടൂർ അതിനുശേഷമാണ് പിന്നീട് പല സംഘങ്ങളായിട്ട് തിരിഞ്ഞ് ബംഗളൂരുവിലെ ശിവാജി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഷോപ്പിങ്ങിനും മറ്റുമായിട്ട് അവർ പിരിയുകയും ചെയ്തത്. അവിടെ വെച്ച് ഇന്നലെ ബംഗളൂരുവിലെ ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ടുനിന്ന കനത്ത മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇത് മഴയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ വേണ്ടിയാണ് ഈ ഇടിഞ്ഞു വീണ മതിൽക്കെട്ടിന് സമീപമുള്ള വഴിയോര കടകൾക്ക് അടുത്തേക്ക് അവർ ചെല്ലുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നു. മതിൽ ഇടിഞ്ഞു വീഴുകയും അവിടെ 7 പേർ മരണപ്പെടുകയും ചെയ്യുന്നു. ഇവരുൾപ്പെടെ 7 പേരാണ് മരണമടഞ്ഞത്. 2 പേർ മലയാളികളും മറ്റുള്ളവർ കന്നഡ ദേശത്തുള്ളവരുമാണ് ഉണ്ടായിരുന്നത്. 6 വയസ്സുള്ളൊരു കുട്ടി ഉൾപ്പെടെ മരിച്ചു. 3 പേർ ഇവരുടെ യാത്രാ സംഘത്തിലുണ്ടായിരുന്ന 3 മലയാളികൾ കൂടി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ് എന്നതാണ് ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിനകം തന്നെ അവരുടെ ബന്ധുക്കളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി സർക്കാരുകളുടെ ഒരു വലിയ ഇടപെടൽ നടത്തി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു. രാത്രിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി അവിടെ നിന്ന് ആംബുലൻസ് വഴി ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ രാമമംഗലം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ലതയുടേത് അവരുടെ കുടുംബ ശ്മശാനത്തിൽ നടക്കുമെന്നാണ് സഹോദരൻ മാധവൻ അറിയിച്ചിട്ടുള്ളത്. സൗമ്യയുടേത് പിന്നീട് ഇവിടെ അടുത്തുള്ള ഒരു പൊതു ശ്മശാനത്തിൽ നടക്കുകയും ചെയ്യും. സൗമ്യയുടെ മകൾ
വിദേശത്താണ് നഴ്സിംഗ് ജോലിയാണ്. അവർ ഇന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് 2 പെൺമക്കൾ കൂടി അവർക്കുണ്ട്. ഏതായാലും തീർത്തും ശോകാർദ്ദമായ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ രാമമംഗലം പരിസരത്തുള്ളത്. ഈ നാട് ഒരു വലിയ ഒരു പരിച്ഛേദം തന്നെ ഇവിടേക്ക് വന്നെത്തിയിട്ടുണ്ട്. അവർക്ക് വലിയ പരിചയമുള്ളവർ, വളരെ അടുപ്പമുള്ളവർ അവരെ കണ്ട അവസാന യാത്ര പറയുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് തടിച്ചുകൂടിയിരിക്കുന്നത്. ഓരോ സമയം കഴിയുന്നോറും ആളുകളുടെ എണ്ണം കൂടി വരികയാണ്, കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവസാന യാത്ര പറഞ്ഞ് അയക്കുന്നതിന് വേണ്ടി. മഞ്ജുഷ്. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.